ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലോട്ട് നല്ല രീതിയിലുള്ള ധനവരവിനും ധാന്യസമൃദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ട് ഇന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പരിഹാരത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് പീരിയഡ്സ് എന്നോ പുലവാലായ്മയെന്നോ നോൺ വെജ് കഴിച്ചെന്നോ അങ്ങനെയുള്ള യാതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നോൺ വെജ് കഴിച്ചു പോയി പീരിയഡ്സ് ആണെന്നൊക്കെ ഉള്ളവർ കുളിച്ചിട്ട് ഉടനെ തന്നെ, ഞാനൊരു സ്പെസിഫിക് ടൈം പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുളിച്ച ആ ഒരു സ്പെസിഫിക് ടൈമിൽ തന്നെ ഇത് ചെയ്താൽ മതിയാകും. അപ്പം എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് ഞാൻ സ്കന്ദഷഷ്ഠി കവചം അയച്ചു തന്നിരുന്നു. അയച്ച് തന്നതിൽ ഒരു 11 പേര് മാത്രമേ എനിക്ക് കിട്ടിയതായിട്ടുള്ള മെസ്സേജ് ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ദയവ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ എനിക്ക് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓൾറെഡി കിട്ടി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തവരൊന്നും ചെയ്യേണ്ട, അല്ലാത്തവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. ഇനിയിപ്പം ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ പോയൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ടൈമുണ്ട്. അതായത് ഇന്ന് തിങ്കളാഴ്ച വൈകിട്ട് 6:42-നും 7:02-നും ഇടയ്ക്കുള്ള ആ ഒരു 20 മിനിറ്റ് സമയത്താണ് നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. ഈ ഒരു സമയത്തെ സിദ്ധന്മാർ നമുക്ക് അരുൾ ചെയ്ത ധനവശ്യ സമയം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറൊരു സമയത്ത് ചെയ്തോട്ടെ എന്ന് ചോദിക്കരുത്, കാരണം വേറെ ഒരു സമയത്ത് ചെയ്താലും നമുക്കിതിന് ഫലം കിട്ടില്ല. ഇനിയിപ്പം എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത? അതിൽ ആദ്യത്തെ കാര്യം, ഇന്ന് 2/2 എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ഡേ ഉള്ള ഒരു ദിവസമാണ്. അതായത് ഇന്ന് മിഥുനം 2-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഇന്ന് തിങ്കളാഴ്ച ചന്ദ്രഭഗവാന്റെ ദിവസമാണ്. അതായത് ചന്ദ്രഭഗവാന്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണ് ഈ ഒരു 2/2 എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ ഇന്നിവിടെ ആക്റ്റീവാണെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം എല്ലാ തിങ്കളാഴ്ചയും 2-ാമത്തെ നമ്പർ ഓൾറെഡി ആക്റ്റീവാണ്. കാരണം അന്ന് ചന്ദ്രഭഗവാന്റെ ദിവസം ആയതുകൊണ്ട്. അതുകൂടാണ്ട് ഇന്ന് മിഥുനം 2 ആയതുകൊണ്ട് ആ ഒരു 2ഉം കൂടി ആക്റ്റീവാകും. അങ്ങനെയാണ് ഈ ഒരു 2/2 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ ആക്റ്റീവ് ആകുന്നത്. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു 2 രൂപയുടെ നാണയം കൊണ്ടിട്ടുള്ള വളരെ അധികം മികച്ച ഫലം തരുന്നൊരു പരിഹാരമാണ്. ഞാൻ ഇതിനു മുൻപും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ധനത്തെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ ധനം തന്നെ നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് പണം കൊണ്ട് പണത്തെ വശ്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ടെക്നിക്ക്. അതിനായി നമ്മൾക്ക് ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ 20 മിനിറ്റ് സമയത്ത് നിങ്ങളുടെ കയ്യിലൊരു 2 രൂപ നാണയം എടുക്കണം. 2 രൂപ അല്ലാതെ മറ്റൊരു നാണയങ്ങളും ഇവിടെ എടുക്കാൻ പാടില്ല. കാരണം ഇന്ന് ഈ പരിഹാരം ചെയ്യുമ്പം നമുക്കിവിടെ ആക്റ്റീവ് ആകുന്നത് 2 രൂപ നാണയമാണ്. അങ്ങനെ വരുമ്പം 222 എന്നുള്ള ഒരു മെത്തേഡും കൂടിയിട്ട് ഇവിടെ ഓൾറെഡി സംഭവിക്കും. അങ്ങനെ വരുമ്പം നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുകയും ചെയ്യും. ഇതുപോലെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുമ്പം അതിനുള്ള ഫലം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഒരു 2 രൂപ എടുക്കണം. നല്ല ശുദ്ധജലത്തിൽ നന്നായി കഴുകി അത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഏലക്കായും കൂടിയിട്ടെടുക്കണം. നമ്മളിവിടെ ധനം കൊണ്ട് വശ്യം ചെയ്യുകയാണ്. അപ്പം ധനത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയെ വശ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സുഗന്ധദ്രവ്യം നമ്മൾ ഉപയോഗിക്കണം. അതായത് ഏലക്ക മഹാലക്ഷ്മിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഏലക്കായുടെ കൂടെ എന്തൊരു വസ്തു വെച്ചാലും അത് വശ്യമാകുമെന്നുള്ളത് ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഏലക്കായും ഒരു 2 രൂപയുടെ നാണയവും. ഏലക്ക എടുക്കുമ്പോൾ പൊട്ടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക തന്നെ എടുക്കണം. ഇത് രണ്ടും കൂടി നമ്മുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് കൈ മുറുക്കെ പിടിച്ചതിന് ശേഷം നമ്മുടെ കുലദൈവത്തിനെയും, എല്ലാവർക്കും ഒരു ഇഷ്ടദൈവമുണ്ടാവും, ആ ഇഷ്ടദൈവത്തെയും മനസ്സിൽ വിചാരിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പം നിലവിളക്കിന് മുൻപിലിരുന്നും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഈ പീരിയഡ്സ് പുലവാലായ്മയുള്ളവരൊക്കെ മാറിയിരുന്ന് ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ വലത് കയ്യിലെ ഉള്ളം കയ്യിൽ പിടിച്ചും കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും മനസ്സിൽ ഓർത്തതിന് ശേഷം ഞാൻ ഈ പറയുന്നൊരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് 11 തവണ റിപ്പീറ്റായിട്ട് പറയാവുന്നതാണ്. സ്വിച്ച് വേർഡ് ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട്. കൗണ്ട്, COUNT,
കൗണ്ട്. ഇതാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നും ചൊല്ലുന്നില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ 11 തവണ നമ്മൾ ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലണം. ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലോട്ട് നല്ല രീതിയിലുള്ള ധനവരവുണ്ടാകുന്നതും നമ്മുടെ ക്യാഷ് ബോക്സിലും മണി ബാഗിലുമൊക്കെ നല്ല ധനത്താൽ നിറയുന്നതുമൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ച് വേർഡ് 11 പ്രാവശ്യം നമ്മൾ ചൊല്ലാൻ. ചൊല്ലിയതിന് ശേഷം ഈ ഒരു നാണയവും ഈ ഒരു ഏലക്കായും കൂടി ഒരു യെല്ലോ കളർ ക്ലോത്തിൽ കിഴി കെട്ടണം. കിഴി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ അരി വെക്കുന്ന പാത്രം, അതിപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിലും സ്റ്റീലാണെങ്കിലും എന്ത് പാത്രത്തിലാണോ നിങ്ങൾ അരി സൂക്ഷിച്ച് വെക്കുന്നത് അതിന് അകത്തോട്ട് ഈ ഒരു കിഴി നിങ്ങൾ ഇറക്കി വെക്കുക. കിഴി കെട്ടാതെ 2 രൂപയും ഏലക്കായും കൂടെ മാത്രമായിട്ടും വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ചിലപ്പം അരിയൊക്കെ ഇങ്ങനെ എടുക്കുമ്പം ഇത് രണ്ടും കൂടി നമുക്ക് കിട്ടിയെന്നിരിക്കും. രണ്ടും വേറെ വേറെ സെപ്പറേറ്റായി പോകും. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റായി പോകാതിരിക്കാനാണ് ഞാനൊരു തുണിയിൽ ഇത് കിഴി കെട്ടി വെക്കാനായിട്ട് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഇത് അരിക്കാതെ നമ്മൾ കിഴി കെട്ടി വെച്ചു. അതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇടയ്ക്ക് അരി എടുക്കുമ്പം അത് ചിലപ്പം അതിൻ്റെ കൂടെ വന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറക്കി വെച്ചാൽ മതിയാകും. പുതിയ അരി മേടിക്കുമ്പോഴും നമുക്ക് അതിനകത്തോട്ട് തന്നെ ഇടാം. നിങ്ങൾക്കിനി ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ 1 മാസത്തിന് ശേഷം, അതായത് ഒരു 48 ദിവസത്തിനൊക്കെ ശേഷം നിങ്ങൾക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. 2 രൂപ അടുത്തുള്ള ഏത് ക്ഷേത്രമായാലും അവിടുത്തെ കാണിക്ക വഞ്ചിയിലിടാം. ഏലയ്ക്ക നിങ്ങൾക്ക് കാൽപ്പെടാത്ത ഇടത്ത് കളയാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നാളെ ഞാൻ ഈ പറഞ്ഞ 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ പ്രകടമായിട്ടുള്ള മാറ്റം നമുക്ക് നമ്മുടെ വീട്ടിൽ കാണാവുന്നതാണ്. വിശ്വാസമില്ലാതെ ആരും ഇത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു 100-ൽ ഒരു 80% വിശ്വാസം വെച്ചുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. അത് എല്ലായ്പ്പോഴും ഓർത്തിരിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.